നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ക്രൈം ത്രില്ലർ പരമ്പരയുടെ 56-ാം ഭാഗമാണ്. കാട്ടിൽ നടന്ന വെടിവയ്പ്പും അതിനുശേഷം പ്രത്യക്ഷപ്പെട്ട ദുരൂഹ മനുഷ്യരുമാണ് ഇന്നത്തെ ഭാഗത്തിൻ്റെ പ്രധാന രഹസ്യം. ജോയിയുടെ ഓർമ്മകളിലൂടെ കൂടുതൽ അപകടകരമായ സത്യത്തിന് അരികിലേക്ക് നീങ്ങുകയാണോ? നമുക്ക് കഥയിലേക്ക് കിടക്കാം. അവരുടെ കൈകളിൽ തോക്കുകളുണ്ട്. അതെല്ലാം തിരത്തോക്കുകളാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. നാടനാണോ അല്ലയോ എന്ന് അകലെ നിന്നും പിടികിട്ടുന്നില്ല. ഒറ്റക്കുഴൽ തോക്കുകളാണെന്നുകൂടി പിടികിട്ടി. വല്ല മിടുക്കന്മാരായ കൊല്ലന്മാരും പണിതു കൊടുത്തതായിരിക്കുമോ ആവോ, ആർക്കറിയാം. കുഴലുകൾ മുകളിലേക്ക് കാണാമെന്നതുകൊണ്ടാണ് ആ കാര്യം ഉറപ്പായത്. 3 കുഴലുകൾ കാണാവുന്നതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 3 പേരെങ്കിലും അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന കാര്യം മനസ്സിലായി. അല്പം ഭയവും തോന്നി കേട്ടോ. എങ്കിലും ഇനിയിപ്പോൾ ഇവിടെ കാത്തിരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലല്ലോ. അതുകൊണ്ട് മറഞ്ഞ ആ ഇരിപ്പിൽ തന്നെ താൻ അവിടെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അവർ പാറയുടെ മറവിൽ നിന്നും പൂർണ്ണമായും പുറത്തേക്ക് വന്നത്. അവരും ചിലപ്പോൾ കൊമ്പനെ കണ്ട് പേടിച്ചിരുന്നതാകാം. അവരുടെ സഞ്ചാരപഥത്തിലെങ്ങാനുമായിരുന്നു അവൻ നിന്നിരുന്നത് എങ്കിൽ അവൻ മാറാതെ പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ മറയാൻ ഏറ്റവും നല്ലത് പാറക്കെട്ട് തന്നെയാണ്. അവൻ പോകാൻ വേണ്ടി പാറയ്ക്ക് മറഞ്ഞിരുന്ന സമയത്ത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ താൻ അവനെ വെടിവെച്ച് താഴെയിട്ടത്. അതവർ തീർത്തും കരുതിയതായിരിക്കില്ല. അപ്പോൾ പിന്നെ മറ്റൊരു ശത്രുവിൻ്റെ സാന്നിധ്യം മനസ്സിലായതുകൊണ്ട് വീണ്ടും അവർ പതുങ്ങിയതാകാം. അവരുടെ മുൻപിൽ വേറെ വഴികളില്ലാതെ ആയി കാണും. നിരീക്ഷണം തുടർന്നുകൊണ്ട് താൻ അവിടെ ഇരുന്നപ്പോഴേക്കും അവരിൽ ഒരാൾ ഇലയുടെ മറവിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരു ചെറുപ്പക്കാരനാണ്. പാൻസും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. കണ്ടാൽ മോശം പറയില്ല കേട്ടോ. ഫോറസ്റ്റുകാരനല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ സ്ക്വാഡുകാരാകാം. അതിനും സാധ്യത കുറവാണ്. അവരങ്ങനെ കാട്ടിനകത്ത് പരിശോധനയ്ക്ക് കയറാറില്ല. ഇവിടെ വരാൻ സാധ്യതയുള്ള ഫോറസ്റ്റുകാരെ എല്ലാം തനിക്ക് നന്നായി അറിയാവുന്നതാണ്. അറിയാമെന്നൊക്കെ പറയുകയേ ഉള്ളൂ. ഈ അവസരത്തിൽ കണ്ടാൽ അവന്മാർ പൊക്കും. ഇനി തണ്ടർ ബോൾട്ടുകാരാണെങ്കിലോ പോലീസ് യൂണിഫോമിലോ അതുപോലെ മറ്റെന്തെങ്കിലും യൂണിഫോമിലുമല്ലേ കാണുമായിരുന്നുള്ളൂ. അല്ലെങ്കിലും അവർ 1-2 പേരായി വരാനും സാധ്യതയില്ല. മാത്രവുമല്ല, അവരുടെ കൈകളിൽ ഉണ്ടാകാവുന്നത് ഇവരുടെ കയ്യിലുള്ള തരം തോക്കല്ലല്ലോ. നല്ല സ്വയംഭൻ റൈഫിളായിരിക്കും. അതുകൊണ്ട് പോലീസോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളവരോ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഇവന്മാരാര്? പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ നക്സൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കുമോ? അവരാണെങ്കിൽ തന്നെ കണ്ടാൽ വെടിവെച്ചെങ്കിലോ? കൊമ്പൻ്റെ ഗതി തനിക്കും വരില്ലേ? ആര് തന്നെയായാലും തനിക്കൊരു പ്രശ്നമല്ല. തന്നെ അവർ അപകടപ്പെടുത്തും എന്ന ഭയവും അധികമില്ല. എന്നാലും തീരെ ഇല്ലാതെയുമില്ല. നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും അടുത്തയാളും പുറത്തേക്കിറങ്ങി. 2 പേരെ ഇപ്പോൾ കാണാം. പക്ഷേ ഒരു പരിചയവുമില്ല. അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. താൻ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ഒന്നും കേൾക്കാനും പറ്റുന്നില്ല. പക്ഷികളുടെയും ഇരുട്ടുകുഞ്ഞിൻ്റെയും ഒച്ചയാണെങ്കിൽ തീവ്രമായി ഉണ്ട് താനും. അതിനെ മറികടന്ന് അവരുടെ ശബ്ദം തൻ്റെ കാതിലെത്തണമെങ്കിൽ ഇത്രയും ദൂരം പറ്റില്ല. കുറച്ചുകൂടി അങ്ങോട്ടേക്ക് അടുത്ത് ചെല്ലണം. അതിനിപ്പോൾ എന്താ ഒരു വഴി?
അങ്ങനെ ആലോചിച്ചപ്പോൾ തൊട്ടു മുമ്പിൽ വേറൊരു ഈറ്റത്തുറു കൂടി ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ വരെ ഒച്ച കേൾപ്പിക്കാതെ എത്തണം. അവിടെ ചെന്നാൽ അവർ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞേക്കും. താൻ ഇരുന്ന ഈറ്റയുടെ മറവിൽ നിന്നും തറയിൽ കൈകുത്തി വലിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങി. അടുത്ത ഈറ്റത്തുറുവിൻ്റെ മറവിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവരുടെ സംസാരം വളരെ നേരിയ തോതിൽ കേൾക്കാം. കൊമ്പനെ ഏതോ ഒരുത്തൻ പൊട്ടിച്ചതാണ്, എന്നിട്ട് അവൻ എവിടെ പോയി എന്ന് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. അവൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകും. നമുക്കിപ്പോൾ അവനെ കാണേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം അവനല്ലല്ലോ. പിന്നെ എന്തിനാണ് അവനെപ്പറ്റി ചിന്തിക്കുന്നത്? അവനിനി കൊമ്പെടുക്കാതെ പോകില്ല. അത് അവൻ്റെ കാര്യം. അപ്പോൾ താൻ ആനയെ വെടിവെച്ച കാര്യം അവർ അറിഞ്ഞിരിക്കുന്നു. അത് പിന്നെ ഒച്ച കേട്ടറിയുമല്ലോ. അതുമാത്രമോ, അന്നേരത്തെ ആനയുടെ അലർച്ച 2 കുന്നുകൾക്കപ്പുറം കേട്ട് കാണും. പക്ഷേ അവനെ വെടിവെച്ചത് ആരാണെന്ന് അവർക്കറിയില്ല. അതെന്തായാലും നന്നായി. അതുകൊണ്ട് തന്നെ തനിക്ക് അപകടമില്ല. മാത്രവുമല്ല, വേറെ ഏതെങ്കിലും വേഷം ധരിച്ച് മറ്റ് ആയുധങ്ങളുമായി വന്ന വല്ല മൃഗസംരക്ഷകരായിരിക്കുമോ? അങ്ങനത്തെ വല്ലതുമാണോ എന്ന് താൻ സംശയിച്ചിരുന്നു. അതൊന്നുമല്ല എന്ന കാര്യവും ഉറപ്പായി. വീണ്ടും അല്പം കൂടി ശ്രദ്ധിച്ചപ്പോഴേക്കും അവർ അവിടെ നിന്നും പോകാനുള്ള പരിപാടിയാണ്. കെട്ടുകളൊക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ വഴിയിലെ തടസ്സം നീങ്ങിയല്ലോ. കൊമ്പനെയായിരുന്നല്ലോ നമ്മൾ ഭയന്ന് നിന്നത്. അവൻ്റെ കാര്യം തീർന്നു. ഇനി അവനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട. നമുക്ക് തൽക്കാലം പോകാം. വനത്തിൽ പോയാൽ ആളുകൾ ഉറക്കെ സംസാരിക്കുകയില്ല. അടക്കി പിടിച്ച സംസാരമാണെങ്കിൽ പോലും വനത്തിൻ്റെ നിശബ്ദതയിൽ ആ ശബ്ദം പോലും കുറച്ചകലെ കേൾക്കാം. അതുകൊണ്ടാണ് തനിക്ക് കേൾക്കാൻ കഴിയുന്നത്. അല്ലാതെ അവർ ഉച്ചത്തിൽ പറയുന്നത് കൊണ്ടല്ല കേട്ടോ. അവർ കെട്ടും ഭാണ്ഡവും എടുത്തു. മുൻപിലുണ്ടായിരുന്ന 2 പേരും ഇറങ്ങി നടന്നു. അപ്പോൾ മൂന്നാമനും കല്ലിൻ്റെ അവിടുത്തെ മറവിൽ നിന്ന് പുറത്തേക്ക് വന്നു. ജോയി ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവരോടെല്ലാവരോടും വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട് കുര്യാക്കോസ് ചേട്ടൻ്റെ വിളി വന്നു. അത് വെറും വിളിയല്ല, ഒരുമാതിരി ആജ്ഞയാണ്. അതിനെ അപ്പോൾ തന്നെ അനുസരിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ജോയിക്കും ജോസുകുട്ടിക്കും നന്നായി അറിയാം. അതുകൊണ്ട് വിളി കേട്ടതേ അവർ എഴുന്നേറ്റ് കഴിഞ്ഞു. പിന്നെയും അദ്ദേഹത്തിൻ്റെ കോപത്തിനു മുൻപിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാവുന്നത് ജോസിന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. ജോസ് അതിഥിയാണല്ലോ. ജോസിനാണെങ്കിൽ ആ വിവരം മുഴുവനും അറിയണമെന്ന് അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നു. ആ ആഗ്രഹം അങ്ങനെ തന്നെ പ്രകടിപ്പിച്ചാൽ ജോയിക്ക് ചിലപ്പോൾ സംശയമാകും. ഇപ്പോൾ തന്നെ അയാളൊരു കുറ്റം ചെയ്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ബോധം അയാൾക്കുണ്ടെന്ന് തോന്നുന്നില്ല. അയാൾ ആ കാരണം കൊണ്ട് തന്നെ വേണമെങ്കിൽ പിടിക്കപ്പെടാം. കുറ്റം സമ്മതിക്കുകയാണല്ലോ ചെയ്തത്. പക്ഷേ തനിക്കറിയേണ്ടത് ആ കുറ്റത്തിനെ പറ്റിയല്ല. ആ വനത്തിൽ കണ്ടവർ ആരെല്ലാം എന്നറിയാനാണ് തൻ്റെ ആഗ്രഹം. അത് മുഴുവൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ. അപ്പോഴേക്കും ജോയി പറഞ്ഞു, ജോസ് ഇന്ന് പോകില്ലല്ലോ. ഞാൻ ബാക്കി പിന്നെ പറഞ്ഞു തരാം. ഇന്ന് മുഴുവനും നാളെയുമൊക്കെ ഞാനിവിടെ കാണും. ഇനിയിപ്പോൾ ചടങ്ങ് കഴിഞ്ഞിട്ടല്ലാതെ ഞാനിവിടെ നിന്നും പോകില്ല. അതിനിടയിൽ എപ്പോഴെങ്കിലും പറഞ്ഞോളാം. ജോയിക്ക് തൻ്റെ വീരസ്യം പറയാൻ ഒരാളെ കിട്ടിയതിൽ സന്തോഷം. അങ്ങനെ കേട്ടിരിക്കാൻ അധികം ആളെയൊന്നും കിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ
ജോസുകുട്ടിയുടെ അടുത്തെങ്ങാനും അത് പറഞ്ഞാൽ അവൻ അപ്പോഴേ ജോയിയോട് പറയും, നിന്റെ വെടിച്ചരിത്രമൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കിപ്പോൾ അതിന് നേരവുമില്ല. വേറെ ആരെയെങ്കിലും കിട്ടുമെങ്കിൽ നീ അവരോട് വിവരം പറ. പിന്നെ പ്രത്യേകം പറഞ്ഞേക്കാം, കൂടുതൽ പറഞ്ഞ് തടക്കാതിരിക്കുകയാണ് നിനക്ക് നല്ലത്. ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നീ അകത്താകും എന്നൊക്കെ പറയും. അത് കാരണം ജോസുകുട്ടിയുടെ അടുത്തൊന്നും പറയാൻ നിൽക്കില്ല. ഇതിപ്പോൾ പുതിയൊരു ആളിനെ കിട്ടിയതല്ലേ, അപ്പോൾ പിന്നെ അയാളോട് ചരിത്രം പറയാതിരുന്നാൽ ശരിയാകുമോ? പറമ്പെല്ലാം നടന്ന് കണ്ടോടാ ജോസേ, എങ്ങനെയുണ്ടടാ എൻ്റെ കൃഷി, കൊള്ളാമോ? നിൻ്റെ അഭിപ്രായം എന്നതാ? പറമ്പ് നല്ല സ്വയംഭനല്ലേ? പിന്നെ നല്ല സ്വയംഭൻ തോട്ടമല്ലേ? ഇത്ര നല്ലൊരു തോട്ടം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറേയേറെ ബുദ്ധിമുട്ടി കാണുമല്ലോ. പിന്നെ കുനിയാതെ ഒരിടം കടിക്കാൻ പറ്റുമോടാ? തനി നാടൻ പ്രയോഗമാണ്, കുര്യാക്കോസിൻ്റെ വക. അതിൽ ഒരു തരത്തിലുള്ള സെൻസറിങ്ങും അദ്ദേഹം നടത്താറില്ല. അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടില്ല, അതാ. അത് കേൾക്കുന്നവർ നന്നായി ആസ്വദിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് പറച്ചിലും. അതോടൊപ്പം തന്നെ പുറപ്പെടുന്ന ചിരിയും. കൊമ്പൻ മീശ രണ്ട് വശത്തു നിന്നും ഇളകി കളിക്കും. അത് കാണാനൊരു രസമുണ്ട്. അതില്ല, എന്നാലും ബുദ്ധിമുട്ടല്ലാതെ ആവില്ലല്ലോ. വർത്തമാനമൊക്കെ ഇനി പിന്നെ പറയാം. തൽക്കാലം കപ്പ ബിരിയാണി വേവിച്ചതുണ്ട്, വയറ് നിറച്ച് തട്ടിക്കോ. ജോസ് മാത്യുവിനിപ്പോൾ ഭക്ഷണമൊന്നുമല്ല പ്രധാന കാര്യം, ജോയി പറയാൻ പോകുന്ന കാര്യം അതിലും പ്രധാനമാണ്. ആ കൂട്ടത്തിൽ തങ്ങൾ അന്വേഷിക്കുന്നവർ ആരെങ്കിലും കാണുമെന്ന് ജോസിൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കുര്യാക്കോച്ചൻ പിന്നെയും പറഞ്ഞു, രാത്രിയിൽ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും പ്രശ്നമുണ്ടാകരുത്. പിന്നെ ദഹിക്കാനുള്ള സാധനം കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇങ്ങ് വരും. അതും വെറുതെ കളയണ്ട കേട്ടല്ലോ. മത്തച്ഛൻ്റെ മകനോടത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടാവില്ല, എനിക്കറിയത്തില്ലായോ. അവരെല്ലാവരും കപ്പ ബിരിയാണിക്ക് മുൻപിലേക്ക് ഇരുന്നു. അപ്പോഴും ജോസിൻ്റെ ശ്രദ്ധ മുഴുവനും ജോയിയിലായിരുന്നു. അയാൾ കൈവിട്ടു പോയാൽ ശരിയാവില്ല. അയാൾ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനമാണ് എന്ന് ജോസിൻ്റെ മനസ്സ് പേർത്തും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുമോ? ജോസിന് ജോയിയിൽ നിന്നും പ്രതീക്ഷിച്ച പോലെ എന്തെങ്കിലും കിട്ടുമോ? ജോയി കാട്ടിൽ കണ്ട 3 പേരുടെ യഥാർത്ഥ മുഖം അടുത്ത ഭാഗങ്ങളിൽ പുറത്തു വരുമോ? ജോസിൻ്റെ സംശയം ശരിയായിരിക്കുമോ? അടുത്ത ഭാഗം നഷ്ടപ്പെടുത്തരുതേ. ലൈക്കും കമൻറ്റും ഷെയറുമൊക്കെ ചെയ്യാൻ മറക്കല്ലേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.